ഒന്നിന് പുറകെ ഒന്നായിട്ട് ചില പ്രശ്നങ്ങൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ചില അസ്വസ്ഥതകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ. ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക സംരക്ഷണം നിങ്ങളുടെ മേലുണ്ട്. അത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങളെ പണിയാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. 2 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല യഹോവ നിനക്ക് ഒരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. 2 അനുഗ്രഹങ്ങൾ. നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. മാത്രമല്ല, യഹോവ നിനക്കൊരു ഗൃഹം അഥവാ വീടുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കും. നിനക്കൊരു വീട് തരും എന്ന് പറയുമ്പോൾ സന്തോഷമുള്ളവരെന്ന് കൈയടിച്ചത് ഏറ്റെടുത്താട്ടെ. ദൈവം നിനക്കൊരു വീട് തരും. ദൈവം നിനക്കൊരു വീട് തരും. നമുക്ക് ആവശ്യമുള്ളതാണല്ലേ. ഒരു വീടുണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റത്തില്ല. പിള്ളേർ 2 പേര് വളർന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കിനി 2 വീട് പ്രത്യേകിച്ച് വേണം. അപ്പോൾ വീടെന്ന് പറയുന്നത് തലമുറകൾ മാറി മാറി വരുന്നതനുസരിച്ച് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ദാവീദിന് ദൈവം അത് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാനായി കഴിയപ്പെടുന്നത്. സ്തോത്രം. ആ അധ്യായം നമ്മൾ പരിശോധിക്കുന്ന സമയങ്ങളിൽ, 2 ശമൂവേൽ 7-ാം അധ്യായം നമ്മൾ നോക്കുന്ന സമയത്തിൽ അതിൻ്റെ പശ്ചാത്തലം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയപ്പെടാം. ദേവദാരു കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അരമനയിൽ ദാവീദ് വിശ്രമിക്കുന്ന സമയത്തിൽ ദാവീദിൻ്റെ മനസ്സിനകത്ത് ഒരാഗ്രഹം കടന്നു വരികയാണ്. ഞാൻ ഇത്ര മനോഹരമായിട്ടുള്ളൊരു അരമനയിൽ ഞാൻ വിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയുടെ മറവിലാണ് ഇരിക്കുന്നത്. അത് തുണി കൊണ്ട് പൊതിഞ്ഞ് ടെമ്പററി സ്ഥലത്താണ് അത് വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദേവദാരു കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഈ അരമനയ്ക്കകത്ത് ഞാൻ വസിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അതിൻ്റെ 7-5 2 ശമൂവേൽ ഇങ്ങനെ എഴുതിക്കുന്നു. എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടത് നീ എനിക്കൊരു ആലയം പണിയുമോ. ആദ്യത്തെ ഭാഗം സന്ദർഭത്തിലേക്കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നു. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാനുണ്ടായിരുന്നാൽ എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറയുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ. ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു അന്ന് ആ കാലഘട്ടങ്ങളിലെ കാര്യാദികളെല്ലാം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഭരണസാരഥ്യം രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള കാര്യാദികൾ നോക്കി നടത്തുന്ന രാഷ്ട്രീയക്കാരുടെ കരങ്ങളിലാണ് എങ്കിൽ, ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ കയ്യിലായിരുന്നു ഭരണസാരഥ്യം മുഴുവൻ. രാജാവുണ്ട് എങ്കിലും പ്രവാചകന്മാർ പറയുന്നതനുസരിച്ചാണ് രാജാക്കന്മാർ പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നും പല രാജ്യങ്ങളിൽ നമ്മൾ നോക്കുന്ന സമയത്തിൽ അതനുസരിച്ച് പോകുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. കൊറിയയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കപ്പെടുമ്പോൾ ദൈവികമായ കാര്യാദികൾക്ക് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്നവർ ഇന്നുമുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നാഥാൻ പ്രവാചകൻ നല്ലൊരു അഡ്വൈസറായിരുന്നു, നല്ലൊരു ഉപദേഷ്ടാവായിരുന്നു. കാര്യാദികളെല്ലാം ഭംഗിയായി ശബ്ദമായി ക്രമീകരിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ദൈവം നാഥാൻ ഒരു പ്രത്യേക അനോയിന്റിങ് കൊടുത്തു. നാഥാനോട് ദാവീദ് തുറന്ന് സംസാരിച്ചു. ഞാൻ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അരമനയിൽ ഇരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആലയം പൂർണ്ണമാകാതെ കിടക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെതായിട്ടുള്ള കെട്ടുപണികൾ അത് ക്രമീകൃതമായി നടന്ന് തിരശ്ശീലയിൽ നിന്ന് ആ ദൈവത്തിൻ്റെ പെട്ടകത്തെ എടുത്ത് ശാശ്വതമായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് സ്ഥാപിക്കേണ്ടതല്ലയോ എന്ന് മനസ്സിനകത്തൊരു ചിന്ത വന്നപ്പോൾ അന്ന് രാത്രിയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാഥാൻ പ്രവാചകന്റെ ഉള്ളിനകത്ത് പറഞ്ഞു, എൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിൻ്റെ അടുക്കലേക്ക് ചെന്ന് പറ, എനിക്ക് ഒരാലയം പണിയണം എന്ന് അവൻ അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു.
മനസ്സിലൊരുവൻ എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ദൈവം അതിനുവേണ്ടി പച്ചക്കൊടി കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ചിലത് തുടങ്ങി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവം നാഥാനെ തൻ്റെ വീട്ടിലേക്ക് അയക്കുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് അവൻ മനസ്സ് കാണിച്ചപ്പോൾ ദൈവം ദാവീദിന് ഒരു അനുഗ്രഹം വാഗ്ദാനം ചെയ്യുകയായിരുന്നു. ഒന്ന്, ഒരു പള്ളിയെക്കുറിച്ച് ഒരു ആത്മഭാരം ഒരു വ്യക്തിക്ക് കടന്നു വന്നപ്പോൾ, ചർച്ചിനെ കുറിച്ച് ഒരാത്മഭാരം ആ വ്യക്തിയുടെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ തന്നെ ദൈവം അതേ ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ഗൃഹം പണിയും, ഞാൻ നിനക്കൊരു വീട് തരും, ഞാൻ നിനക്ക് മനോഹരമായിട്ടൊരു ഭവനം നൽകും. അപ്പോൾ ഒരു സൽപ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ, മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത സമയത്തിൽ തന്നെ ദൈവം ആ വ്യക്തിക്ക് അടിസ്ഥാനപരമായി കൊടുക്കേണ്ടതായിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചുവെങ്കിൽ, എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നാം ദൈവിക കാര്യാദികളിൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ ഭൗതിക കാര്യാദികളിൽ ദൈവം അതിനേക്കാളും ശ്രദ്ധയുള്ളവനായി നമ്മുടെ കൂടെ ഇരിക്കുമെന്നുള്ളതിന് സംശയമേ ഇല്ല. 9-ാം വാക്യത്തിൽ ഇങ്ങനെ, നീ സഞ്ചരിക്കുന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ ഛേദിച്ച് കളയാതിരിക്കാൻ ഭൂമിയുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. തുടക്കത്തിൽ എന്താണ്? ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്നാണ് 1-ാമത്തെ വാക്യത്തോടു കൂടി അത് ആരംഭിക്കുന്നത്. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അടക്കി രാജാവിന് സ്വസ്ഥത നൽകി. അപ്പോൾ സ്വസ്ഥത, പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തിലേക്ക്, രക്തസ്രവത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അടുക്കൽ യേശു കർത്താവിൻ്റെ അടുക്കൽ അവൾ കടന്നു വന്നപ്പോൾ അവളോട് യേശു പറഞ്ഞ ഒരു സെന്റൻസ് ഇങ്ങനെയായിരിക്കുന്നു, മകളെ, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ആ ഒരു വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. ആ വാക്കിൻ്റെ പ്രത്യേകത മറ്റൊന്നുമായിരുന്നില്ല, ഇവൾക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയും ദാവീദിനും സ്വസ്ഥത കുറവുണ്ട്. ശത്രുവിൽ നിന്ന് ജയമുണ്ട് എങ്കിലും തനിക്കെപ്പോഴും പ്രശ്നങ്ങളാണ്, എപ്പോഴും യുദ്ധമാണ്, യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഭീതിയാണ്, ഭീകരതയാണ്. ഒരിക്കൽ കൂടി ഞാൻ ദൂത് പറഞ്ഞുകൊള്ളട്ടെ, ചിലർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ചില പ്രശ്നങ്ങൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ചില അസ്വസ്ഥതകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക സംരക്ഷണം നിങ്ങളുടെ മേലുണ്ട്. അത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങളെ പണിയാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ. അപ്പോൾ സ്വസ്ഥത ഒരല്പം കുറവായിരുന്ന സമയത്തിൽ ദാവീദിന് ദൈവം സ്വസ്ഥത കൊടുക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ഈ രക്തസ്രവത്താൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക്, ബ്ലീഡിംഗ് രോഗത്താൽ ഭാരപ്പെട്ട സ്ത്രീക്ക് ദൈവം സ്വസ്ഥത കൊടുത്തതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അപ്പോൾ ചിലരുടെ സ്വസ്ഥത കേടിന് കാരണം ബാധ. ബൈബിൾ പഠിപ്പിച്ചു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. ഒരു മനുഷ്യൻ്റെ കുടുംബത്തിനകത്ത് ഒരു അസ്വസ്ഥത, ഒരു സ്വസ്ഥതയില്ലായ്മ ഫീൽ ചെയ്യുന്നുവെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഏതെങ്കിലും ബാധയുടെ സ്വാധീനമുള്ളത് കൊണ്ട്. യേശു പറഞ്ഞല്ലോ, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. കർത്താവ് പറഞ്ഞു, സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥത കിട്ടത്തില്ല. അത് അസ്വസ്ഥതകൾ കൊണ്ടിടുന്ന ഒരു ബാധ അവളുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ട്രീറ്റ് ചെയ്തിട്ടും അവൾക്ക് സൗഖ്യം കിട്ടാത്തത്. അതുകൊണ്ടാണ് ഇത്രയും എഴുതി വിറ്റു, വണ്ടി വിറ്റു, അതോടൊപ്പം സ്വർണം വിറ്റു, വസ്തു വിറ്റു, വീട് വിറ്റു, എല്ലാം ഉപേക്ഷിച്ച് എല്ലാം 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 വേണ്ടാന്ന് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടും ഒരു വിധത്തിലേക്കും അവൾക്കൊരു വിടുതൽ കിട്ടാത്തതിൻ്റെ പിന്നിൽ അവളിലൊരു ബാധയുണ്ടായിരുന്നത് യേശു കണ്ടുപിടിച്ചു. ഒരു ബാധ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട് എങ്കിൽ ലോകത്തിലെ ഒരു എക്സ്റേക്കും അതിനെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിയത്തേയില്ല. ആ ബാധ ആർക്കും ഒരു ബ്ലഡ് ടെസ്റ്റിലും അത് ഒരിക്കലും തെളിഞ്ഞു വരത്തേയില്ല. ഒരു MRI എടുത്തു കഴിഞ്ഞാലും ഒരിക്കലും ആ ബാധ ഒരിക്കലും തെളിഞ്ഞു കടന്നു വരത്തില്ല. എപ്പോഴും അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. ഒരു ഡോക്ടേഴ്സിനും അത് കണ്ടുപിടിക്കുവാനായിട്ട് ഒരിക്കലുമേ കഴിയത്തേയില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇടപെടുന്നു എങ്കിലും അവർക്കും ഈ ബാധയെ കണ്ടുപിടിക്കുവാനായി കഴിയത്തേയില്ല. പോലീസ് വന്ന് മധ്യസ്ഥ വഹിച്ചാലും ശരി തന്നെ ഈ ബാധയെ അവർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. മനുഷ്യനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യന്റെ മേൽ അത് പഴി ചാരിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഈ അസ്വസ്ഥതയ്ക്ക് ഒരു കാരണമുണ്ട്, ഒരു ബാധയുണ്ട് മകളെ. ബാധ ഒഴിഞ്ഞോ, ബാധ ഒഴിയോ. ബാധ ഒഴിയണമെങ്കിൽ, ബാധയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കാലഘട്ടത്തിലെ പോലീസുകാർ കടന്നു വന്നു കഴിഞ്ഞാൽ ആ ബാധയെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തേയില്ല. ഈ കാലഘട്ടത്തിലെ കോടതിക്ക് ആ ബാധയെ ജയിലിലടക്കുവാനായിട്ട് കഴിയത്തേയില്ല. ഈ കാലഘട്ടത്തിലേതായിട്ടുള്ള ബന്ധുക്കൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ മിത്ര
വ്യക്തിജാതികൾക്കോ നിങ്ങളുടെ കുടുംബത്തിലെ പ്രബലന്മാർക്കോ ഈ ബാധയെ പിടിച്ചു കെട്ടുവാൻ കഴിയപ്പെടത്തില്ല. ഈ ബാധയെ പിടിച്ചു കെട്ടണമെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന ഞാൻ മനുഷ്യന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ഭൂമിയിലേക്ക് കടന്നു വരുന്നുവെന്ന് പഠിപ്പിച്ച യേശുവാൻ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തക്കവണ്ണമത്രേ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വരുന്നുവെന്ന് കൽപ്പിച്ച സാത്താന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ വേണ്ടിയിട്ട് കടന്നുവന്ന യേശു കർത്താവിന് മാത്രമേ ഈ ബാധയെ ബന്ധിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യരായവർ കരങ്ങളെ അടിച്ച് സ്വസ്ഥത പ്രാപിച്ചെടുത്തോ. ദാവീദിന് ദൈവം കൊടുത്ത സ്വസ്ഥത, ദാവീദിന് ദൈവം കൊടുത്ത സമാധാനം ഇന്ന് ചില കുടുംബങ്ങളുടെ മേൽ കടന്നു വരപ്പെടട്ടെ. സ്വസ്ഥത കടന്നു വരട്ടെ, ശാന്തത കടന്നു വരട്ടെ, സമാധാനം കടന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. ദാവീദ് നല്ലത് ചിന്തിച്ചപ്പോ ദൈവം അതിനേക്കാളും നല്ലത് അവന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഗൃഹമുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. 13-ാം വാക്യം, അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. 26-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിന് ദൈവം എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും മഹത്വീകരിക്കപ്പെടട്ടെ. നിന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹം നിന്റെ മുൻപാകെ സ്ഥിരമായിരിക്കട്ടെ. ഞാൻ നിനക്കൊരു ഗൃഹം പണിയുമെന്നും നീ അടിയന് വെളിപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്നോട് ഈ പ്രാർത്ഥന കഴിപ്പാൻ അടിയൻ ധൈര്യം പ്രാപിച്ചു. കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയന് നീ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അനുഗ്രഹത്തിലേക്ക് വന്ന ദാവീദ് അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം തന്നെയാണ് 7-ാം അധ്യായം മുഴുവനും പറഞ്ഞത്. 1 മുതൽ നമ്മൾ വായിക്കുന്ന സമയത്തിൽ അവൻ ആദ്യം ദൈവത്തിനൊരു ആലയം പണിയാൻ ഒരു താല്പര്യം കാണിക്കുന്നതോടുകൂടി പിന്നെ അനുഗ്രഹത്തിന്റെ വലിയ പട്ടിക, ശത്രുക്കളുടെ മേലുള്ള അധികാരം, സ്വസ്ഥത, ദൈവം കൊടുത്ത അനുഭവങ്ങൾ, അവന്റെ തലമുറകളുടെ മേലൊരു അനുഗ്രഹം, ഇങ്ങനെ തുടങ്ങിയുള്ള സകല അനുഗ്രഹത്തിൻ്റെയും തുടക്കം എവിടെ കുറിച്ചു? ദൈവത്തിൻ്റെ ആലയം പണിയാനുള്ളൊരു ദാഹം. നീ വനത്തിൽ ആടുകളുടെ ഇടയിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ വിളിച്ചു. അപ്പോൾ ദൈവം ദാവീദിനെ വഴി നടത്തിക്കൊണ്ട് പോയ സമയത്തിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടുന്ന അവന് ഒത്തിരി മേഖലകളിലൂടെ കടന്നു പോയി. ആകയാൽ നിന്റെ ദാസനായ ദാവീദിനോട് സൈന്യങ്ങളുടെ യഹോവ പ്രകാരം എൻ്റെ ജനമായ ഇസ്രായേൽ പ്രഭുവായിരിക്കും നിന്നെ പുൽപ്പുറത്ത് നിന്ന്. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ വാക്യത്തിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആകയാൽ നീ എൻ്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. എപ്പോഴാ ദൈവം തിരഞ്ഞെടുത്തത്? ഈ വീട് വെച്ചു കൊടുക്കാൻ. എപ്പോഴാ ദൈവം തിരഞ്ഞെടുത്തത്? രാജാവാക്കാൻ. എപ്പോഴാണ് ദൈവം തിരഞ്ഞെടുത്തത്? ശത്രുവിനെ തോൽപ്പിക്കുവാൻ, അധികാരം. ആടുകളെ മേച്ചു നടന്ന ഒരു പുൽപ്പുറത്തിൽ വെച്ച്. അപ്പോൾ നമ്മുടെ ഓരോ സ്റ്റേജുകളും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ദൈവം പറഞ്ഞത് നീ പുൽപ്പുറത്തിലായിരുന്നപ്പോൾ നിന്റെ മേൽ ഞാൻ മാർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ദാവീദ് എവിടെ? പുൽപ്പുറത്തിൽ. ഇപ്പോൾ ദാവീദിന്റെ റോൾ എന്തോന്ന്? വീട്ടിലെ എല്ലാ മക്കളും നല്ല ഉന്നതിയിൽ പട്ടാളത്തിലാണ്. ഞാൻ മാത്രം, ഒരുത്തൻ മാത്രം കൃഷി, ഞാൻ ഒരുത്തൻ മാത്രം ഇങ്ങനെയൊക്കെ ആയി. പക്ഷേ അവിടെ ആ ആടുകളെ നോക്കി നടത്തിക്കൊണ്ടിരുന്ന സമയത്തിൽ തന്നെ ദൈവം അവനെ മാർക്ക് ചെയ്തു. ഇപ്പോൾ ദാവീദ് ഇടയച്ചക്കനാണ്. ഇപ്പോൾ ദാവീദ് സംസാരിക്കാൻ ചേട്ടന്മാരില്ലാത്ത വ്യക്തിയാ. സംസാരിക്കാൻ അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. ഒരു ഏകാന്തവാസം പോലെ ആടുകളും താനും മാത്രമുള്ള ഒരു ലോകത്തിൽ ഈ പാവപ്പെട്ട ദാവീദ് ആയിരിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ സ്റ്റേജ്. ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു കാണും, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്നെ ചേട്ടന്മാരെല്ലാവരും വലിയ വലിയ പുള്ളികളായി, എൻ്റെ അപ്പനും എന്നോട് ഒരു അല്പം പോലും മനസ്സ് പോലും കാണിക്കുന്നില്ലല്ലോ, എന്നെ മാത്രം ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണല്ലോ, എന്നെ മാത്രം ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കുകയാണെന്നുള്ളതൊക്കെ ചോദിച്ചപ്പോഴും ദൈവം പറയണം, മക്കളെ ഇല്ലടാ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ നിന്റെ ചേട്ടന്മാരെക്കാളും വലിയവനാകാം, നീ നിന്റെ അപ്പനേക്കാളും വലിയവനാകാം, നീ ഗോത്രത്തിൽ വെച്ച് വലിയവനാകാം. പക്ഷേ നീ വലിയവനാകണമെങ്കിൽ ചെറുതിൽ നിന്ന് ആരംഭിക്കണം. വലിയവനാകണമെങ്കിൽ ചെറുതിൽ നിന്ന് ആരംഭിക്കണം. വലിയവനാകണമെങ്കിൽ ചെറുതിൽ നിന്ന് ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഒരിക്കലും ആരെയും ദൈവം വേഗത്തിൽ അങ്ങ് വലിയവനാക്കിയിട്ടില്ല. നമ്മെ ദൈവം പല മേഖലകളിലൂടെ നടത്തിവിടും. അപ്പോൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ പണി നടക്കുകയാണെന്ന്.
ദൈവത്തിൻ്റെ പണി നടക്കുകയാണ്. ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പണി എന്നെ വലിയവനാക്കാൻ വേണ്ടി, എന്നെ വലുതാക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴും ഒരേ ലെവലിൽ തന്നെ, നിനക്ക് കഷ്ടമില്ല, ദുഃഖമില്ല, വേദനയില്ല, പ്രയാസമില്ല എങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, ആക്ച്വലി നിങ്ങൾ പണിപ്പുരയ്ക്കകത്തല്ല. പണിപ്പുരയ്ക്കകത്താകണമെങ്കിൽ എപ്പോഴും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അത് പണിപ്പുരയ്ക്കകത്ത് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ വീടുകളിൽ പശുക്കളുണ്ട് പലരിലും, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശുക്കളെ കുറിച്ച് അറിയാത്തവരായിട്ടില്ല. കാളവണ്ടിയെക്കുറിച്ചും അറിയാത്തവർ ഇല്ല എന്ന് എനിക്ക് പറയാൻ ഒരു ധൈര്യക്കുറവുണ്ട്. കാരണം ഇപ്പോൾ അത് കാണാനില്ല, അല്ലേ? നോർത്ത് ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഗ്രാമങ്ങളിൽ അതെല്ലാം ഉണ്ട്. ഞങ്ങൾ ഒറീസയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ കടന്നുപോയ സമയത്ത് അവിടെ എല്ലാം കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലാണല്ലോ, അവിടെയെല്ലാം ഇത് തന്നെയാണ്, കാളയും വണ്ടിയും കാളയും. ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത ബെഞ്ചിലിരുന്ന ഒരു കൂട്ടുകാരനെ ഞാൻ ഓർക്കുന്നു. അവൻ്റെ പേര് വണ്ടിക്കാരനെന്നാണ്, എൻ്റെ വട്ടപ്പേര്. ചിലപ്പോൾ വണ്ടിക്കാരനും ഉണ്ടായിരിക്കാം. അവൻ്റെ വീട്ടില് വണ്ടിയുണ്ട്. ചേട്ടന്മാർക്കും എല്ലാവർക്കും വണ്ടിയുണ്ട്. കാളവണ്ടി. കാളവണ്ടി പെട്ടെന്ന് ഉണ്ടാകത്തില്ല. വീട്ടിൽ അല്ലേ ഒരു പശു, അത് പ്രസവിച്ചപ്പോൾ ആൺകുട്ടി പെൺകുട്ടി, പശുക്കന്ന്, മൂരി, അല്ലേ, അങ്ങനെയൊക്കെ പലരും, അല്ലെ കാളക്കുട്ടി, പലയിടത്തും പലരും മൂരി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കാളക്കുട്ടി. ഈ കാളക്കുട്ടിയെ സാധാരണ ചെയ്യാറുള്ളത്, അപൂർവം ചിലത് വളർത്താൻ കൊണ്ടുപോകും. വളർത്തി കഴിഞ്ഞാലും അധികം കാലം പോകത്തില്ല. പിന്നെ എൻ്റെ ഒരു ചെറിയ അറിവ് ശരിയായിരിക്കാം, ചിലപ്പോൾ ഇതൊരു അധികം 3 മാസം ടൈം എനിക്ക് അറിയത്തില്ല. കുറച്ച് ദിവസം കഴിയുന്ന സമയത്തിൽ കച്ചവടക്കാർ വന്ന് ഈ മൂരിയെ മേടിച്ചുകൊണ്ട് പോകും. പറയണ കേട്ടിട്ടുണ്ട്, ആട്ടിറച്ചി എന്നും പറഞ്ഞുകൊണ്ട് വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആട്ടിറച്ചി കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലുകാർക്ക്. ശരി, ഇതിന് ഇറച്ചിക്കാണ് കൊടുക്കുന്നേ, ഇതിന് ഇറച്ചിക്ക് കൊടുക്കും. പക്ഷേ ചില നല്ല ഇനത്തിൽപ്പെട്ട കാളക്കുട്ടിയെ വണ്ടിയിൽ കെട്ടാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് പോകും. അന്ന് തുടങ്ങുകയാണ് ഇതിൻ്റെ കഷ്ടം. ഇതിനെ കൊണ്ടുപോയി ഇവന് നല്ല ആഹാരം കൊടുക്കും. മോശയ്ക്ക് നല്ല കൂട്ടായ്മ ഫറവോൻ ആഹാരം കൊടുത്തതുപോലെ നല്ല ചാപ്പാട് കൊടുത്ത് നല്ല കേട്ടുവരും. അങ്ങനെ വന്ന് ഇവന് ഇച്ചിരി ആരോഗ്യമൊക്കെ വരുന്ന സമയത്തിൽ ഒരു ദിവസം ഒരു 4-5 പേര് ഇങ്ങോട്ട് കടന്നു വരും. വന്നിട്ട് ഇവൻ്റെ കൈ രണ്ടും പിടിച്ച് കെട്ടും, ഇവൻ്റെ 2 കാലും പിടിച്ച് കെട്ടും. അപ്പോഴേ ഇവൻ പറയും, വേറെ ആരെയും പിടിച്ച് കെട്ടുന്നില്ല, എന്നെ പിടിച്ച് കെട്ടുകയാണ്, എന്നെ പിടിച്ച് പൂട്ടുകയാണ്. എന്തിനാണ് ഇനി ഈ ദ്രോഹം എന്നോട് ചെയ്യുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതാരും കേൾക്കത്തില്ല. കേട്ടിട്ട് അതിന് പതുക്കെ തള്ളിയങ്ങ് മറിച്ചിടും, അവിടെ കിടക്കുക. അപ്പോഴും ദയനീയമായി നോക്കുകയാണ്, എന്തിനാ എന്നെ കൈയും കാലും കെട്ടിക്കിട്ട് കിടന്ന് കറി. അടുത്തതാ ഒരുവൻ കടന്നു വരുന്നു, ഒരു ഭയങ്കര മുനയുള്ളത്, എനിക്കൊന്ന് തീയിൽ പഴിപ്പിക്കുമെന്ന് തോന്നുന്നു. ഒരു മുനയുള്ള സാധനം കൊണ്ടുവന്നു. അതിൻ്റെ മൂക്കിൽ 2 വിരൽ കയറ്റി ഒരു പിടിയങ്ങ് പിടിക്കും. അപ്പോഴും കിടന്ന് നിലവിളിക്കുകയാണ്, എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഈ ദ്രോഹം എന്നോട് ചെയ്യരുത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇത് കച്ചി കാണിക്കുന്നത്? ആ മുനയുള്ള ആ കമ്പി അതിൻ്റെ മൂക്കിലൂടെ കുത്തിക്കയറ്റും. ഇവൻ കിടന്ന് പിടയ്ക്കും. അതിനകത്തൂടെ ഒരു കയറ് കൂടെ ഇട്ട്, ആ പൈപ്പിനെ അഴിച്ചെടുത്തിട്ട് കയർ അങ്ങനെ ഇട്ടിട്ട് ഇതുപിടി ഒരു കെട്ടങ്ങ് കെട്ടാം.
ഇതിനു മുൻപിലൊരു ചോദ്യം, എന്തിനാ എന്നോടിത് ചെയ്തത്? ആരും ഒരു ഉത്തരവും പറയുന്നില്ല. അതിൻ്റെ മൂക്കിനെ തുളച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞു. ഈ മൂക്കിൻ്റെ ഈ വ്രണം എല്ലാം അങ്ങോട്ട് ഉണങ്ങി വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അതേ പുള്ളികൾ ഇതാ വന്ന് വീണ്ടും അവൻ്റെ കൈയും കാലും എല്ലാം പിടിച്ച് കെട്ടി അതിനെ നിലത്ത് വീണ്ടും തള്ളിയിട്ടു. അതിന് ചെരുപ്പിടാനാണ് അടുത്ത് വന്നിരിക്കുന്നത്. ലാടം ഇരുമ്പ് പീസ് കൊണ്ടുവന്നതിൻ്റെ കുളമ്പിലേക്ക് വെച്ചു. അടിച്ച് കയറ്റുകയാണ്, സ്ക്രൂ ചെയ്ത് കയറ്റുകയാണ്. അപ്പോഴും അതിനൊന്നും അറിയത്തില്ല എന്തിനാ എന്നോട് ഈ ഉപദ്രവം ചെയ്യുന്നത്. അതിനെ 4 കുളമ്പിലും ഇരുമ്പ് വെച്ച് പിടിപ്പിച്ചു. ഇനി എന്നെ അങ്ങ് വിട്ടുവില്ലോ, എന്നെ അഴിച്ചു വിടുമല്ലോ? ഇല്ല, അഴിച്ചു വിട്ടില്ല. അടുത്ത് വീണ്ടും തീ കൂട്ടി. മുനയുള്ളതല്ല, സാധാരണ ഒരു പൈപ്പ് എടുത്ത് പഴിപ്പിച്ചു. നല്ല ഒന്നാം തരം പൈപ്പ് നന്നായിട്ട് ചുവ പഴുത്തു. ഈ മൂരിയുടെ വാല അങ്ങോട്ട് പിടിച്ചു മാറ്റി. ആ 2 ചട്ടത്തിലും ഇത് ചേർത്ത് വെച്ച് 1, 2, 3. അപ്പോഴത്തോടെ നിലവിളിക്കുക, പിടയ്ക്കുകയാ. പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുളക്, മഞ്ഞൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. ഏറ്റവും അധികം നീറ്റല് വരുന്ന സാധനമാണ് മുളക്. ഏറ്റവും അധികം വേദന വരുന്നത് കീടന അല്ലെങ്കിൽ അത് വ്രണം പഴുക്കാതിരിക്കാൻ വേണ്ടി സ്തോത്രം മഞ്ഞൾ ഒക്കെ വെച്ച് ഈ മുറിവിൽ അങ്ങോട്ട് തേച്ചൊരു പിടിയാണ്. ആ കാലുകൾ പൊള്ളി, അവിടെയെല്ലാം അടയാളം വെച്ചു. അതിൽ ചെയ്തപ്പോഴും ഈ കാളക്കുറ്റന് ഒരേ ഒരു ചോദ്യം, എന്തിന് ഞാൻ ഈ കഷ്ടത അനുഭവിക്കണം? എന്തിന് ഞാൻ ഈ വേദന അനുഭവിക്കണം? ഇതായിരുന്നു തൻ്റെ മുമ്പിലുള്ള ചോദ്യം. പിന്നീട് നേരെ അതിനെ നിർത്തി. 5-6 ദിവസമൊക്കെ നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാൻ തുടങ്ങി. നല്ല ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. നന്നായിട്ട് കൊടുത്തു. നല്ല ഭക്ഷണം ഇതിന് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ കാളവണ്ടി റെഡിയായി വന്നിരിക്കുകയാണ്. ഇവനെ മാത്രം വിടത്തില്ല, കാരണം ഇദ്ദേഹത്തിന് പരിചയമില്ല കാര്യങ്ങൾ ചെയ്യാൻ. ഈ കാള വണ്ടി വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു കാളയെ കൂടെ കൊണ്ടുവന്നു. ആദ്യം ആ എക്സ്പീരിയൻസ് ഉള്ള കാളയുടെ കഴുത്തേൽ ഈ നുകമെടുത്ത് വച്ചു. അതിങ്ങനെ കുനിഞ്ഞു കൊടുത്തു, നുകം വെച്ചു, പൂട്ടി, അതങ്ങ് നേരെ നിന്നു. ഇതെല്ലാം ഈ കാളക്കുറ്റൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുസരണയോടെ ഒരാൾ അരിക്കുന്നു. അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് വേദന വന്നു. പൊള്ളിച്ചതിൻ്റെ വേദന, അതിൻ്റെ മൂക്കിൽ കുത്തിയതിൻ്റെ വേദന. ഞാൻ റിജക്റ്റ് ചെയ്യാൻ പാടില്ല, യോമാരെന്നെ വേദനിപ്പിക്കും. ഞാൻ എതിർക്കാൻ പാടില്ല. മാത്രവുമല്ല, ഒരു വ്യക്തി വയസ്സാകുമ്പോൾ എല്ലാ ധൈര്യവും ചോർന്നതുപോലെ ഈ കാളയുടെ ധൈര്യം മുഴുവൻ ചെന്നു. അത്രത്തോളം വേദന കൊണ്ടത് പൊളഞ്ഞു. ഇതിനിപ്പോൾ എതിർക്കണമെന്നോ ഉപദ്രവിക്കണമെന്നുള്ള ഒരു ഇതില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഇത് മാനസാന്തരപ്പെട്ടു. ചിലതങ്ങനെ മാനസാന്തരപ്പെടൂ, ചിലതങ്ങനെ മാനസാന്തരപ്പെടൂ. മൂക്കിൽ കത്തി കയറിയാലേ മാനസാന്തരപ്പെടത്തുള്ളൂ. ചട്ടത്തിൽ ചൂട് വച്ചാലേ ചിലത് മാനസാന്തരപ്പെടത്തേ ഉള്ളൂ. കാലിൽ അത് അടിച്ചു കയറ്റിയാലേ ചിലത് മാനസാന്തരപ്പെടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഉടമസ്ഥനെ ചിലപ്പോൾ അനുസരിക്കത്തില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതൊരു പരുവാറ്റി നിൽക്കുക. മറ്റേ ആൾ ഇതുപോലെ അനുഭവിച്ചയാളാ, അടി കൊണ്ടതാണ്, മാക്സിമം അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചതാണ്. ആ നുകം കഴുത്തിലേറ്റി നിന്നപ്പോൾ ഇവനെ കൂടെ കൊണ്ട് ആ അടുത്ത നുകത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അവൻ ചെയ്തതുപോലെ ഈ കാളയും കഴുത്ത് നീട്ടിക്കൊടുത്തു. ആ നുകമെടുത്ത് കഴുത്തേൽ വെച്ചു, ലോക്ക് ചെയ്തു. അവനും ഇങ്ങനെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ മെല്ലെ ഇങ്ങനെ നോക്കി പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നത്, അടുത്ത കാളക്കുട്ടൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ ഞാൻ ചെയ്യണം. വണ്ടിക്കാരൻ എന്ന് ആക്കിയപ്പോൾ മറ്റേ ആളങ്ങോട്ട് പോയി ഇദ്ദേഹത്തിന് നടക്കാൻ തുടങ്ങി. വീണ്ടും മുമ്പോട്ട് നോക്കുന്നില്ല, കാരണം പുള്ളിക്കാരനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെന്താ ചെയ്യുന്നത്? അടി കിട്ടാതെ മാക്സിമം എന്ത് ചെയ്യണം? വീണ്ടും അങ്ങനെ പോയപ്പോൾ ചാട്ടവാറ് അദ്ദേഹം കയ്യിലെടുത്ത് ആഞ്ഞൊരടി അടിച്ചു. ഒന്ന്
കണ്ണ് ഒന്ന് ചുമ്മി. പക്ഷേ ശരീരത്തിലല്ല അടിച്ചത്, ദേഹത്തല്ല അടിച്ചത്, ആ നുഖത്തിലാണ് അടിച്ചത്. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി, തപോന സൗണ്ട് കേട്ടു. പക്ഷെ എൻ്റെ ദേഹത്തത് അടിച്ചില്ല. വീണ്ടും അവൻ ഇങ്ങനെ നോക്കി 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 പോവുകയാണ്. കുറച്ച് ദൂരം എത്തിയപ്പോൾ അതിന് മനസ്സിലായി, ഇതാണ് എൻ്റെ ജോലി. അത് സ്വന്തമായി നടക്കാൻ തുടങ്ങി, നേരെ നോക്കാനായിട്ട് തുടങ്ങി. ഇതാണ് ഒരു കാളയെ വണ്ടിക്കാളയാക്കി പണിതെടുക്കുന്നത്. അടുത്തൊരു കാള, എക്സ്പീരിയൻസ് ഉള്ള കാള നിങ്ങൾ കണ്ടുവല്ലോ. അതാരാന്നറിയാവോ? പുതിയ നിയമത്തിൽ ഒരുവൻ പറഞ്ഞു, എന്നോട് ചേർന്ന് എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ എന്ന് പറഞ്ഞ നസ്രത്തുകാരനായിരിക്കുന്ന യേശു കർത്താവ്, അവൻ ഒരു സൈഡിൽ നുകത്തെ എടുത്തു വെച്ചോ. അവൻ ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങപ്പെട്ടവനാണ്. അവൻ രക്തം വാർന്നൊഴുകിയവനാണ്. ആകയാൽ ഒന്നുമെന്ന് അറിഞ്ഞുകൂടാത്ത ഈ കാള അടികൊള്ളാതെ രക്ഷപ്പെട്ടത്. അവൻ മുമ്പിലേക്ക് നോക്കുന്നതിന് പകരം അടുത്ത് നിൽക്കുന്ന കാളയെ നോക്കിയപ്പോൾ അവൻ ചിലത് അവിടെ നിന്ന് പഠിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ അടുത്ത നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് പറഞ്ഞ് അവനിൽ നിന്ന് ചിലത് പഠിച്ച് അവനെ ഇതാ അറിവ് ശാലയിൽ കൊടുക്കാതെ, ഇറച്ചി വെട്ടുകാരന് കൊടുക്കാതെ, അവന്റെ കഴുത്ത് വെട്ടാനെടുക്കാതെ, അവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മരണം വരെ ഇവനെ ഭക്ഷണം കൊടുക്കുവാൻ, മരണം വരെ ഇതിനെ പോറ്റി പുലർത്തുവാൻ വേണ്ടിയിട്ട് കുറെ ഘട്ടത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ പറഞ്ഞയച്ചുവെങ്കിൽ ഇതേ അറവുശാലയ്ക്ക് പോകുന്നവൻ ഈ അടിയേൽക്കേണ്ടതായിട്ട് വരത്തില്ല. അറവുശാലയ്ക്ക് പോകുന്നവൻ ഈ ചൂട് വയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. അറവുശാലയ്ക്ക് പോകുന്നവന്റെ മൂക്കിന് കുത്തി മുറിവേൽപ്പിക്കത്തില്ല. അറവുശാലയ്ക്ക് പോകുന്നവന് ഈ ലാടം ഇടിയിക്കേണ്ടെന്ന് അനുഭവമില്ല. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി, നിനക്കെപ്പോഴും കഷ്ടമാണ്, നിനക്കെപ്പോഴും വേദനയാണ്, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായിട്ട് നീ കടന്നു വന്നുവെങ്കിൽ എന്റെ ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദാവീദേ, നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ നീ ഒരുപാട് അനുഭവിക്കണം. കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന വേദനകളെ ഓർത്ത് നിരാശപ്പെടുന്നവർ വേണ്ട. എന്നോട് ചേർന്ന് എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിനെന്ന് പറഞ്ഞ ക്രിസ്തുവിനോട് ചേർന്ന് പഠിക്കുക. ഈ കഷ്ടത എന്റെ അനുഗ്രഹത്തിനാണ്, ഈ കഷ്ടത എന്റെ നന്മയ്ക്കാണ്, ഈ കഷ്ടത എന്റെ വിടുതലിനാണ്, ഈ കഷ്ടത മറ്റുള്ളവരെക്കാളും ദൈവം എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടത്രേ. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ദാവീദ് മനസ്സുകൊണ്ട് ആലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ദാവീദിന് ദൈവം വീട് കൊടുത്തു. ഒടുവിൽ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് 7-ാം അധ്യായം നിർത്തുന്നത്. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവേ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടോവല്ലോ, നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. വീടും മേടിച്ചുകൊണ്ട് ആ വഴിക്ക് അങ്ങ് പോവുകയല്ല, നിന്റെ അനുഗ്രഹത്താൽ എൻ്റെ വീട് എന്നേക്കും നിലനിൽക്കണം. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗൃഹം എന്നേക്കും. നമുക്കൊരു വീട് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ആ വീട് നിലനിൽക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വീട് ദൈവത്തിന്റെ അനുഗ്രഹമുള്ളതാകണം. പലരും പറയാറുണ്ട്, വീട്ടിനകത്ത് അസ്വസ്ഥതകൾ, അസമാധാനങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ളത്. മറ്റൊരു ഭാഗത്തിൽ ഒരു വിധത്തിലും ഈ വീട്ടിൽ നിന്ന് രക്ഷ വരുന്നില്ല. ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷം ഒരു വിധത്തിലും ഗുണം പിടിക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇങ്ങനെ തുടങ്ങിയുള്ള പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വന്നത്. ദാവീദിൽ നിന്ന് പഠിക്കണം. വീട് ദൈവം ദാവീദിന് കൊടുത്തപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന, നിന്റെ അനുഗ്രഹത്താൽ എൻ്റെ വീട്ടിനെ നിറയ്ക്കണമേ. നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? എൻ്റെ വീട്ടിൽ ടൈൽസ് ഇടയണമേ, അങ്ങനെയല്ലേ പ്രാർത്ഥിക്കും? എൻ്റെ വീട്ടിൽ തേക്ക് കൊണ്ട് നിർമ്മിക്കണമേ, എൻ്റെ വീട്ടിൽ അത് വേണം, ഇത് വേണം, അങ്ങനെയൊക്കെ. ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ഭവനത്തെ സമർപ്പിക്കണം. നിങ്ങൾക്കൊരു വീടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഭാവിയിൽ ദൈവം നിങ്ങൾക്കൊരു വീട് തരുമ്പോൾ അതിനകത്ത് എപ്പോഴും നിങ്ങൾ ദാവീദിന്റെ പ്രാർത്ഥനയെ ഉച്ചരിക്കണം. നിന്റെ അനുഗ്രഹത്താൽ എൻ്റെ ഗൃഹം നിറയണം, നിന്റെ അനുഗ്രഹത്താൽ എൻ്റെ വീട് നിറഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാത്ത വീട്ടിൽ നമുക്ക് താമസിച്ചത് കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് നമുക്കൊരു യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത അനുഭവത്തിലേക്ക് കടന്നു വരപ്പെടും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവൻ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത്
വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബത്ത് എന്ന് പേരിട്ടു. രഹോബത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവം ഇസഹാക്കിനെ ദേശത്തിൽ അനുഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഒരിടത്തും അവന് സ്ഥായിയായിട്ടൊരു താമസ സ്ഥലമില്ലായിരുന്നു. എവിടെ പോയി കഴിഞ്ഞാലും ശത്രുക്കൾ അവനെ ഓടിച്ചു വിടുന്നു. അയൽവക്കക്കാർ പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നം ഇല്ല പ്രശ്നം, അല്ലെങ്കിൽ ആ സ്വസ്ഥമായ ഒരു വാസസ്ഥലം തനിക്കില്ലായിരുന്നു. ഒടുവിൽ രഹോബത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പേരിടേണ്ട ഒരു പ്രത്യേകത, ദൈവം നമുക്ക് താമസിക്കാൻ ഒരു ഇടം തന്നു. ദൈവം നമുക്കൊരു താമസ സൗകര്യത്തെ വേർതിരിച്ചു. അവിടെ ശണ്ടയില്ല, അവിടെ പ്രശ്നങ്ങളില്ല, അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ അവൻ ആ സ്ഥലത്തിന്. അപ്പോൾ ആ വീട്ടിലേക്ക് കയറി താമസിച്ചപ്പോൾ ഇസഹാക്ക് പറഞ്ഞത്, നമ്മളെ ഈ നാട്ടിൽ ദൈവം അനുഗ്രഹിക്കാൻ പോവാണ്. ശണ്ടയില്ലാത്ത ഭവനം. ബാക്കി എല്ലായിടത്തും കിണർ കുഴിക്കുന്നതിനെ കുറിച്ചും മതിൽ കെട്ടുന്നതിനെ കുറിച്ചും ഒക്കെ പ്രശ്നമായിരുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത ഭവനത്തെക്കുറിച്ച് ഇസഹാക്കിന് പറയാൻ കഴിയും. ഇത് ദൈവം നമുക്ക് തന്ന വാസസ്ഥലമാണ്. ഈ വാസസ്ഥലത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ഒരു ഭവനത്തോടു കൂടി ഒരു വർധനം ആരംഭിക്കുകയാണ്. ഒരു വീടിനോടുകൂടി നമ്മുടെ സ്ഥിതിഗതികൾ മാറ്റം വരികയാണ്. അതാണ് ആ വീട്ടിൻ്റെ പേര് തന്നെ രഹോബത്ത്. വീട്ടിന് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. വീട് കിട്ടിക്കഴിഞ്ഞാൽ പേരിടണം. എന്തായിരിക്കും പേര്? കൈലാസം, കാർത്തു, തുമ്പി, കുക്കു, എനിക്കറിഞ്ഞൂടാ പേരുകൾ അല്ലേ. നമുക്ക് വായിക്കൊള്ളാത്ത പേരുകളാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കാറുള്ളത്. പക്ഷേ ഇസഹാക്കിന് താമസിക്കാൻ ദൈവം ഒരു ഇടം കൊടുത്തപ്പോൾ അവന് നിർബന്ധമാണ് ദൈവഹിതമുള്ളൊരു പേരിടണമെന്ന്. സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്കൊരു സ്ഥാപനം തരുമ്പോൾ, ദൈവം നിങ്ങൾക്കൊരു വരുമാന മാർഗം തരുമ്പോൾ, ദൈവം നിങ്ങൾക്ക് ഒരു ഭവനം തരുമ്പോൾ ബൈബിളിലുള്ള ഒരു പേരിടാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. പഴയ പേര് കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇസഹാക്ക് ആഗ്രഹിച്ചില്ല. ദൈവം ഞങ്ങളെ വർദ്ധിപ്പിക്കുന്ന സ്ഥലമാണിത്. ദൈവം നമുക്കൊരിടമുണ്ടാക്കി നമ്മൾ ദേശത്ത് മറ്റുള്ളവരെക്കാളും അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പഴയ പേരും വെച്ചുകൊണ്ട് ഞാൻ പോകില്ല. പഴയ വീട്ടുപേരല്ല, ഒരു പുതിയ വീട്. ഒരു പുതിയ വീട് അത് ചരിഞ്ഞിരിക്കുകയാണെങ്കിലും നിവർന്നിരിക്കുകയാണെങ്കിലും മലർന്നിരിക്കുകയാണെങ്കിലും അതൊന്നും നമുക്ക് വേണ്ട. അത് പണ്ടത്തെ ആൾക്കാരുടെ അതേ വീട്ടുപേരാണ്. നീ വീട് മേടിച്ചു എങ്കിൽ അതിന് പുതിയൊരു വീട്ടുപേര് കൊടുത്ത് കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ ചെന്ന് പറയണം, ഞാൻ ഈ വീട് മേടിച്ചു. പഞ്ചായത്തിൽ ചെന്നിട്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യണം. അതെ, ആ പ്രമാണത്തിൻ്റെ കോപ്പിയും കൊണ്ടുകൊടുത്തിട്ട് ഓണർഷിപ്പിന് വേണ്ടി പോകുന്ന സമയത്തിൽ നിങ്ങൾ പറയണം, ഈ പേരൊന്ന് മാറ്റിത്തരണം. ഇല്ല, എളുപ്പ പരിപാടിയാണ്. പഴയ വീട്ടുപേരാണെങ്കിൽ നല്ലതില്ല. നീ വീട് മേടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു പേര് തന്നെ അവിടെ നീ കൊടുത്തുകൊണ്ടിരിക്കണം. രഹോബത്ത്, ദൈവഹിതപ്രകാരം ഒരു പേര് ഇസഹാക്കിട്ടു. അപ്പോൾ ഒരു അനുഗ്രഹത്തിന് വെറുതെ ഒന്നുമല്ല, ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോഴായിരുന്നു അവൻ ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടത്. അവർക്ക് താമസിക്കാൻ ഒരിടം കൊടുത്തപ്പോൾ ഒരു പുതിയ പേര് കൊടുത്ത് അവിടെ അവരുടെ വാസം ആരംഭിച്ചു. സങ്കീർത്തനം 127 അതിൻ്റെ 1-ാമത്തെ വാക്യം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. സ്വന്തമായി പഠിപ്പിക്കാനുള്ളതാണ്. ദൈവം പണിയാതിരുന്നാൽ ഇത് പണി നടക്കൂല. ദൈവമാണ് വീട് പണിയുന്നത്. ഏത് ബാങ്ക് നിനക്ക് സപ്പോർട്ട് തന്നാലും ശരി തന്നെയാണ്. എവിടുത്തെ വസ്തു വിറ്റ് നീ സാമ്പത്തികം ഒരുക്കിയാലും ശരി തന്നെയാണ്. വീട് പണിയുന്നത് ദൈവമാണ്. അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കണം. നിന്റെ മേശിരി പറയുന്നത് അനുസരിച്ചല്ല പണിയേണ്ടത്, നിന്റെ എഞ്ചിനീയർ പറയുന്നതിനനുസരിച്ചല്ല, ദൈവം പറയുന്നത് പോലെ ആയിരിക്കണം പണിയേണ്ടത്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പോൾ ആ വീട് പണി ആരംഭിക്കുന്ന സമയത്തിൽ ചടങ്ങുകൾ പലതും വരും. അതെ, അഭിപ്രായങ്ങൾ പലതും വരും.
ആമീൻ. പല ഉപദേശങ്ങളും കടന്നു വരപ്പെടും. മേശരി ഒന്ന് പറയും, എഞ്ചിനീയർ വേറൊന്ന് പറയും, കാരണവൻ വേറൊന്ന് പറയും, അത് പറയും, ഇത് പറയും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവാണ് പണിയുന്നു എങ്കിൽ അവൻ്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ ദൈവഹിതമില്ലാത്ത ആമേൻ യാതൊരുവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരരുത്. നീ വർദ്ധിക്കാനുള്ള സ്ഥലമാണ്. നാളെ വിറ്റേച്ച് പോകാനുള്ള സ്ഥലമല്ല. അവിടെ കിടന്ന് നശിക്കാനുള്ള സ്ഥലമല്ല. അവിടെ നിന്ന് നിന്റെ ഒരു എഴുന്നേൽപ്പ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ തറക്കല്ലിടുമ്പോൾ, അതിന് കുറ്റിയടിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന് പ്ലാൻ വരയ്ക്കുമ്പോൾ എല്ലാ ഇടങ്ങളിലും ഹല്ലേലൂയ ആമേൻ ഏതൊക്കെ ശാസ്ത്രങ്ങൾ അതിനകത്ത് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആവശ്യമില്ലാത്ത ഒരു ശാസ്ത്രത്തെയും കയറ്റരുത്. ഞാൻ പറഞ്ഞ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കളയും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതൊക്കെയും പലതും അതിനകത്ത് കടന്നു വരും. ആമേൻ. പല ശാസ്ത്രങ്ങളും അതിനകത്ത് കടന്നു വരപ്പെടും. അപ്പോഴും ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്ന, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ഒരു ശുശ്രൂഷകൻ നിനക്കൊരു അഡ്വൈസറായിട്ടുണ്ട് എങ്കിൽ, ഒരു ഉപദേശം നിനക്ക് ഉപദേശിക്കുന്ന വ്യക്തി ഉപദേശിക്കുന്ന വിധത്തിൽ ഉപദേശിക്കാൻ സമർത്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനുണ്ടെങ്കിൽ ആ അഭിഷിക്തൻ്റെ നിർദ്ദേശപ്രകാരം നീ പോകണം. അല്ലാതെ കണ്ടവനും വരുന്നവനും പോകുന്നവനും പറയുന്ന സകല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനകത്ത് കൊടുത്ത് ദിവസം നോക്കി, സമയം നോക്കി, ഹല്ലേലൂയ വാസ്തുശാസ്ത്രം നോക്കിയിട്ട് ആമേൻ അതിൻ്റെ ആമേൻ ഇരിപ്പ് വശം, കിടപ്പ് വശം, ആമേൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ആമേൻ കുറ്റിയടിക്കുന്നതും അതൊക്കെയും തന്നിഷ്ടപ്രകാരമല്ല. ദൈവം നിങ്ങൾക്ക് വർദ്ധിക്കുവാൻ തരുന്നിടത്ത് ദൈവികമല്ലാത്തതൊന്നും പ്രവേശിക്കരുത്. എഞ്ചിനീയേഴ്സിൻ്റെ അഭിപ്രായം വേണം, മേശരുടെ അഭിപ്രായം വേണം. ഞാൻ പറഞ്ഞത് ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും അവരാരും കടക്കരുത്. നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകുന്ന സമയത്തിലേക്കും കമ്പനിക്കാരൻ നിങ്ങൾക്ക് വണ്ടിക്ക് കീ തരണം. അതെങ്ങനെ തരണമെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അത് നാരങ്ങ പൊട്ടിച്ചേച്ച് തന്നെ തരണോ, തേങ്ങ അടിച്ചിട്ട് തരണമോ, കുറി അടിച്ച് തരണോ, വലിയ ഹാരമിട്ട് തരണം, അതൊക്കെ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ സർവീസും കാര്യങ്ങളും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരുടെ. ആചാരങ്ങളിനകത്ത് മറ്റൊരാളെ കടത്തരുത്. അനുഷ്ഠാനങ്ങളുടെ മധ്യത്തിലും വിശ്വാസത്തിനകത്ത് വേറൊരാൾക്ക് അഭിപ്രായം കൊടുക്കരുത്. എൻജിനീയേഴ്സിന് അവരുടെ സ്ട്രെങ്തും മറ്റും കാര്യങ്ങളും അതോടെ പ്ലാന് കാര്യങ്ങൾ ഇതിനൊക്കെയാണ്. അല്ലാണ്ട് തുടങ്ങേണ്ടത് ദിവസത്തെയും തുടങ്ങേണ്ട സമയത്തെയും ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യാദികളിൽ അല്ല അവരൊക്കെ കടക്കേണ്ടത്. സമയം അതിക്രമിക്കുന്നുണ്ട്. വേഗത്തിൽ ഓടിപ്പട്ടെ. ഐശ്വര്യവും അടുത്ത് എഴുതിയിരിക്കുന്നു, യഹോവ വീട് പണിയുന്നവർ വൃഥാധികം. സങ്കീർത്തനം 112:3 എഴുതിയിരിക്കുന്നു, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. എവിടെ ഉണ്ടാകും ഐശ്വര്യവും സമ്പത്തും? വീട്ടിൽ. അപ്പോൾ വീടാകണം. വീട്ടിനെ പോലെ ഇരിക്കണം. നിങ്ങൾ പഴയ വീടാണെങ്കിലും ആ വീടാക്കി തന്നെ സൂക്ഷിക്കണം. ആ വീട്ടിനെ വീട്ടായി നിൽക്കണം. ഐശ്വര്യം വീട്ടിലാ വരുന്നതെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവൻ്റെ വീട്ടിലുണ്ടാകും ഐശ്വര്യവും സമ്പത്തും. അപ്പം നിന്റെ വീടിൻ്റെ ഇരിപ്പനുസരിച്ച സമ്പത്ത്, നിന്റെ വീട്ടിൻ്റെതായിട്ടുള്ള സ്ഥിതിഗതികൾ അനുസരിച്ചാണ് നിന്റെ ഐശ്വര്യം. വീട് നിങ്ങൾക്ക് തോന്നിയ പാടിനുണ്ടാക്കി, തോന്നിയ പാടിന് അതിനെ വെച്ച് ഇഷ്ടമുള്ളവരെ പൂജിച്ച് കർമ്മിച്ച് സേവിച്ച് ആരാധിച്ച് അതിനകത്ത് ആരെയൊക്കെ കൊണ്ട് കുടിയിരുത്തി അത്തമിട്ട് ആമേ അതിട്ട് ഇതിട്ട് എന്ന് എനിക്ക് ഐശ്വര്യം വരട്ടെ, സമ്പത്തും വരൂല. ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരണമെങ്കിൽ ദൈവവചനാടിസ്ഥാനത്തിൽ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് നിങ്ങൾ പോകുവാൻ ശ്രമിക്കണം. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. വീട് വളരെ പ്രധാനപ്പെട്ട ഭാഗം. സങ്കീർത്തനം 118:15 ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തി. ഇനി കൂടാരങ്ങളിലാണ് ഉല്ലാസവും ജയത്തിൻ്റെ ഘോഷവും. എന്നും കണ്ണീരും നിലവിളിയും പ്രാക്കും ശാപവും മാത്രമല്ല അതല്ല വീട്ടിലുണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ വചനം. ഉല്ലാസമുണ്ടാകും, ജയത്തിൻ്റെ ഘോഷമുണ്ടാകും, അതെല്ലാം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും. യഹോവയുടെ വലങ്കൈ പ്രവർത്തി. അപ്പോൾ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലാണ്. ആ ഭവനത്തിനാണ് ജയഘോഷം കടന്നു വരേണ്ടത്, അവിടെയാണ് ഉല്ലാസം കടന്നു വരേണ്ടത്. അവിടെ എന്നും കണ്ണുനീരും ബുദ്ധിമുട്ടും വേദനയും പ്രയാസവും മാറണമെങ്കിൽ അടിസ്ഥാനപരമായി ഭവനവുമായി ബന്ധപ്പെട്ട ചില കാര്യാദികളിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ, ആവർത്തനം 20:5, പിന്നെ പ്രമാണികൾ ജനത്തോട് പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശനം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഒരിക്കൽ കൂടി, പിന്നെ പ്രമാണികൾ ജനത്തോട് പറയണം എന്തെന്നാൽ, ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശനം കഴിക്കാതെ ഇരുന്നാൽ അവൻ പട്ടുപോകും.
നമ്മൾ പിന്നെ ആരെയും അറിയിച്ചില്ല, ആരെയും വിളിച്ചില്ല. പാസ്റ്ററെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 പേര് അറിഞ്ഞു പോകുക. നമ്മൾ തന്നെ അങ്ങ് കയറി പട്ടുപോകുന്നു, പട്ടുപോകും, വാടിപ്പോകും, ക്ഷീണിച്ചു പോകും. ഗൃഹപ്രവേശനം വേണം. വീട് കഷ്ടപ്പെട്ട് പണിതു, ഗൃഹപ്രവേശനം വേണം. ഒരുപാട് ആൾക്കാരെ കൂട്ടി ഒരുപാട് വലിയ രീതിയിലൊക്കെ ചെയ്യുമ്പോഴും പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ടുന്ന പ്രാതിനിധ്യം കൊടുക്കാതെ വെറുമൊരാഘോഷ പരമ്പര മാത്രമാകരുത്. ഗൃഹപ്രവേശനം ഗൃഹപ്രവേശനമായി തന്നെ ചെയ്യണം. അതൊരു ശുശ്രൂഷയാണ്. അത് പടയിൽ പട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വഴിക്ക് വെച്ച് നീ ക്ഷീണിച്ചു പോകാതിരിക്കാനാണ്. വഴിക്ക് വെച്ച് നീ തളർന്നു പോകാതിരിക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരാചാരവും അനുഷ്ഠാനവും അനുസരിച്ച് പലരും പലതുമൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല, ബൈബിളിലെ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശമാണ് ഗൃഹപ്രവേശനം വേണം. ചില കാര്യാദികളിലേക്ക് നമ്മൾ കടങ്ങുന്ന സമയത്തിൽ മനുഷ്യൻ്റെ ലീവ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴും ഒരു ഗൃഹപ്രവേശനം എന്ന് പറയുമ്പോൾ ആ പ്രവേശനം നടത്തുന്ന വ്യക്തിയുടെ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഗൃഹപ്രവേശനം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഭാഗമാണ്. എന്താണ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്? സ്തോത്രം. എന്നാൽ ആരെങ്കിലും ഒരു പുതിയ വീട് പണിതിട്ട് ഗൃഹപ്രവേശനം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശനം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിലെ ആർമിയിലെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ആർമിയിലാണ്, അവന് പക്ഷേ ലീവ് കിട്ടത്തില്ല. അതുകൊണ്ട് ഗൃഹപ്രവേശനം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വരുമ്പോൾ അവൻ ആർമിയിൽ വെച്ച് അവൻ ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ വേറൊരാൾ അവിടെ കയറി താമസിക്കേണ്ടി വരും. വേറൊരാൾ അത് ആ ഗൃഹപ്രവേശനം നടത്തേണ്ടതായിട്ട് കടന്നു വരപ്പെടാം. അത് വരരുത്. വരാതിരിക്കുമ്പോൾ അവൻ പടയിൽ അഥവാ പട ഇവിടെ നിർത്തി വെച്ചിട്ട് അവൻ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവൻ ലീവ് എടുത്ത് വീട്ടിൽ വരണം. വീട്ടിൽ വന്ന് ഗൃഹപ്രവേശനം കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധത്തിന് പോകണം. അപ്പം ഗൃഹപ്രവേശനത്തിൻ്റെ പ്രാതിനിധ്യം വ്യക്തമായി മനസ്സിലാക്കി. അപ്പം ദൂരെ ആർമിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവിടെ യുദ്ധം നടക്കുന്ന സമയമാണെങ്കിലും ആ വ്യക്തി റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവൻ തിരിച്ചു വന്ന് ഗൃഹപ്രവേശനം ചെയ്യണമെന്നാണ് വേദം വിളിച്ചു പറയുന്നുവെങ്കിൽ നമ്മുടെ വീടുകളിൽ ഒരു മുറിയായിരിക്കാം, ഗൃഹപ്രവേശനം വേണം. ചെറിയ വീടായിരിക്കാം, ഗൃഹപ്രവേശനം വേണം. വലിയ വീടായിരിക്കാം, ഗൃഹപ്രവേശന ആഡംബരങ്ങളും ആർഭാടങ്ങളും വരുമ്പോൾ ഗൃഹപ്രവേശനത്തിന് പ്രസക്തി ഇല്ലാതെ വരും. ഫംഗ്ഷന് മാത്രം പ്രയോറിറ്റി കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. ആളൊഴിഞ്ഞ സമയം നോക്കി പ്രവേശനം നടത്തുക. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ വേറൊരു ടൈം വയ്ക്കാം. അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഡാൻസും പാട്ടും ഒക്കെ നടത്തി അതൊരു ടൈം, അത് നടക്കട്ടെ. പക്ഷേ മറ്റൊരു ഭാഗത്തിൽ ഗൃഹപ്രവേശന സമയം ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, അതിൽ പ്രാർത്ഥനയ്ക്കൊരു പ്രയോറിറ്റി നമ്മൾ കൊടുത്തു തന്നെ പോകണം എന്നുള്ളത് ആവർത്തനം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയപ്പെടുന്ന ഭാഗം 8:12. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടാതെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീ കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും ചെയ്ത ദൈവത്തെ നീ മറന്നു പോകരുത്. ആമേൻ. അപ്പോൾ അടുത്തിരിക്കുന്ന എന്താ? മനോഹരമായ വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വീടുകൾ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കരുത്. ഈ വീട് ആര് തന്നു? ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തിനകത്ത് നമ്മൾ ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരാകണം. ഇതാഗ്രഹിച്ചിട്ട് കിട്ടാത്ത എത്രയോ വ്യക്തികളുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വീട്ടിനെ കുറ്റം പറയരുത്. ചിലർക്ക് എപ്പോഴും വെറുപ്പാണ്, ഈ നശിച്ച വീട് നശിച്ച, അങ്ങനെയൊന്നും പറയരുത്. നല്ലതായിട്ട് എടുക്കണം. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. പക്ഷേ നമുക്കൊരു അപ്ഡേഷൻ വേണമെങ്കിൽ ആദ്യം കിട്ടിയതിന് സ്തോത്രം ചെയ്യണം.
കിട്ടിയതിന് നന്മ പറയണം. ദൈവം അതിനേക്കാളും നല്ലത്, ചിലപ്പോൾ ഇച്ചിരി റോഡ് സൈഡിലേക്ക് ഇച്ചിരി അടുത്തുള്ളത് ഒക്കെ ദൈവം തരണമെങ്കിൽ കിട്ടിയതിലെപ്പോഴും നമ്മൾ തൃപ്തിയുള്ളവരായി തീരുവാനായിട്ട് മറക്കരുത്. അഹങ്കാരം വരാതിരിപ്പാൻ ശ്രമിക്കണം. ആവർത്തനം 22:8 ഒരു പുതിയ വീട് പണിതാൽ നിന്റെ വീട്ടിൻ മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് അതിന് കൈമതിൽ ഉണ്ടാക്കണം. അടുത്ത വീട് പണിയുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊന്നാണ്, നിങ്ങൾ പാരപ്പുറ്റ് കെട്ടണം, കൈമതിൽ കെട്ടണം. ഒരിക്കൽ കൂടി വായിക്കാം. ഒരു പുതിയ വീട് പണിതാൽ നിന്റെ വീട്ടിൻ മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് കൈമതിൽ ഉണ്ടാക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീട് മനോഹരമായി വെച്ചു, മേളിലാര് കയറാൻ പോണു? അതങ്ങനെ കിടക്കട്ടെ. ഇല്ല, അടുത്ത വീട്ടിൽ അടുത്ത് മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കൈമതിൽ കെട്ടണം. ഇന്നത്തെ സന്ദേശമാണ്. എന്ത് ചെയ്യണം? കൈമതിൽ കെട്ടിയിട്ട് ബാക്കി പണി ചെയ്യാം. നിങ്ങൾ വീട് വച്ചുകൊണ്ടിരിക്കുന്നവരല്ല, ഞാൻ പറഞ്ഞു കുറേ കാലമായിട്ട് നിങ്ങൾ വീട് പണിതു, പക്ഷെ മേളിലിങ്ങനെ ഫ്ലാറ്റായിട്ടിട്ടിരിക്കുകയാണ്. കൈമതിൽ കെട്ടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൈമതിൽ എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്നു. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു ഭവനപ്പണിയോടുള്ള ബന്ധത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുവെങ്കിൽ, മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്കിതിനെ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്, ദൈവം എല്ലാ വീട്ടിനും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടുകൾക്കും ഒരു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അഗ്നിമതിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇയ്യോബിനെ കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സാത്താൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ അവന് 2 പണി കൊടുത്തിട്ട് വരട്ടെ. നിങ്ങൾ കർത്താവെ നീ വിചാരിക്കും പോലെയല്ല, പുള്ളിക്കാരി ഈ അനുഗ്രഹങ്ങൾ മൊത്തം കടി ഇത്രയും ആടുമാടുകളും പറവജാതികളും പിള്ളേരും ഭാര്യയും കുടുംബജീവിതം ഭയങ്കരമൊക്കെ ആയതുകൊണ്ടാണ് ദൈവമേ 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 എന്ന് ഇങ്ങനെ ആർക്ക് പ്രാർത്ഥിച്ചുകൂടാ? കർത്താവെ ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ആർക്ക് ദൈവദാസന്മാരായിക്കൂടാ? അതൊക്കെ ചുമ്മയാണ്. ഞാനൊന്ന് പരിശോധിക്കാൻ എനിക്ക് അവസരം തരികയാണ് എങ്കിൽ അതെ ആമേൻ, ഞാനിപ്പോൾ പരിശോധിച്ചിട്ട് വിശ്വാസമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാത്താൻ പറഞ്ഞു, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ, പിന്നെ ഞാൻ ഇങ്ങനെ അകത്ത് കയറും. അപ്പോൾ ഒരു ഭക്തന് ദൈവം വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൻ്റെ പാരപ്പുറ്റ് കെട്ടുന്നു എങ്കിൽ അദൃശ്യമായ ഒരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഓരോ ദൈവവിശ്വാസികളുടെ ഭവനത്തിനകത്തുണ്ട്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം, നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അപ്പോൾ ശൈത്താൻ പറഞ്ഞതാണ്, ആ വേലിയാണ് എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റാത്തത്. അതെ സുഹൃത്തെ, നിനക്ക് ഭവനത്തിന് ചുറ്റും ദൈവം ഒരു വേലി തന്നിട്ടുണ്ട്. നീ കൈമതിൽ കെട്ടപ്പെടുമ്പോൾ ഒരുപക്ഷെ നിനക്ക് മതിലില്ല എങ്കിൽ ദൈവത്തിൻ്റെ ഒരു മതിലുണ്ട് എന്നുള്ളത് മറക്കരുത്. ഓരോ ദിവസം നീ പ്രാർത്ഥിക്കുമ്പോൾ ആ മതിലിന്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ വർദ്ധിച്ചു വരുന്ന അനുസരിച്ച് ആ പ്രൊട്ടക്ഷൻ കൂടെയുണ്ട്. ശൈത്താൻ പലപ്പോഴും അകത്ത് കയറാൻ നോക്കിയിട്ട് കഴിയാത്തതിന്റെ പിന്നില് ദൈവം തന്നെ ഭക്തകൾക്ക് അവരുടെ ഭവനത്തിന് ചുറ്റും മനോഹരമായി കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു മതിലുണ്ട്. അതൊരു വലിയ ഒരു ആത്മീകമായ ഒരു മതിലാണ്. നമ്മുടെ വീട്ടിന്റെ ചുറ്റും മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു ഇല്ലയെന്ന് ഒരിക്കൽ കൂടി സ്വയ പരിശോധന ചെയ്യണം. ദൈവം നമുക്കൊരു ആത്മീക മതിൽ തന്നിട്ടുണ്ട്. ഇത് ദൈവസന്നിധിയിലിരുന്ന് ആരാധിച്ചും പ്രാർത്ഥിച്ചും ബലം പ്രാപിച്ചും ആ മതിലിനെ സൃഷ്ടിച്ചില്ല എങ്കിൽ സംഹാരകൻ അകത്ത് വരും, അപകടം ചെയ്യുന്നവൻ അകത്ത് കടന്നു വരാ, പോരാടുന്നവൻ അകത്ത് കടന്നു വരാ, നമ്മളെ നശിപ്പിക്കുവാനും തകർക്കുവാനും വരാ. അത് വരാതിരിപ്പാൻ 3 മാസം 6 മാസം കൂടുന്ന സമയത്തിൽ ദൈവസഭ ഒരുമിച്ചിരുന്ന് ആത്മാവിൽ അവർ പടമൊരുതിക്കൊണ്ടിരിക്കപ്പെടാ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരം ലോകാധിപതികളുടെ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട്. ആ സേനകൾ നിന്റെ കൂടാരത്തിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ, ആ സേനകൾ നിന്റെ തൊഴിൽ മേഖലയ്ക്കകത്ത് പ്രവേശിക്കാതിരിക്കാൻ ആത്മാവിന്റെ കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ബലം പ്രാപിക്കപ്പെടുമ്പോൾ അവന്റെ മതിൽ വർദ്ധിക്കുകയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 18-ാം വാക്യം, ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിന് അരികത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്ന് നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേര് പറയുക. രക്ഷയെന്നാൽ നിങ്ങളുടെ ചുറ്റുമതിലെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. സ്തുതി എന്ന് പറഞ്ഞാൽ വാതിലുകൾ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നിനക്കൊരു അനുഗ്രഹത്തിന്റെ വാതിലില്ലയോ? നിനക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള കവാടം തുറന്നിട്ടില്ലയോ? ആകയാൽ സ്തുതിക്കുമ്പോൾ വാഴികൾ തുറക്കുകയാ, സ്തുതിക്കുമ്പോൾ വാതിലുകൾ തുറക്കുകയാണ്. സ്തുതിക്കുന്ന സമയത്തിൽ പുതിയ വാതിലുകൾ ദൈവം നിങ്ങൾക്കായിട്ട് നൽകുക. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതോടുകൂടി നിങ്ങൾക്കൊരു മതിൽ രൂപപ്പെടുകയാണ്. നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ
ലോകത്തിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ ഒരു ആത്മീക മതില്, ഒരു സംരക്ഷണത്തിന്റെ മതില്, ഒരു ദൈവത്തിന്റെ കൃപയുടെ മതില് നിങ്ങൾക്കായിട്ട് ദൈവം തരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഈ ദേശത്തെ പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയുള്ള ദൈവിക വാഗ്ദത്വങ്ങൾ അനേകം വീട് പണിയുമായി ബന്ധപ്പെട്ട് ദൈവം നൽകുന്നുവെങ്കിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചത്, ദൈവം ദാവീദിന് മനോഹരമായൊരു വീട് കൊടുത്തു. അതവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കാൽവയ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലുള്ളൊരു വീട് പണിയല്ല, ദൈവഹിതപ്രകാരം പണി ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തോടുകൂടി ദൈവകൃപയോടുകൂടി അഭിഷിക്തന്മാരും പ്രാർത്ഥിച്ച് ആരംഭിക്കട്ടെ. ആശാരിമാരെ കുറ്റിവെച്ചല്ല നിങ്ങളുടെ വീട് പണി ആരംഭിക്കേണ്ടത്. ആശാരിമാരല്ല അതിന് തുടക്കം കുറിക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ വേണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയാകണം അത് തുടങ്ങേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുള്ള അഭിഷേകമുള്ള ഒരു വ്യക്തി പ്രാർത്ഥിച്ചിട്ടായിരിക്കണം ആ ഭവനപ്പണി ആരംഭിക്കേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയിട്ടല്ല ഒരു വീട്. അതിനകത്ത് പണിത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഗൃഹപ്രവേശനം ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ അതിനകത്ത് താമസിക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് അല്ല. നിങ്ങൾ അത് ചെറിയ വീടാണെങ്കിലും പണിത് പൂർത്തീകരിക്കാതെ ഇരുന്നാലും, ചെറുതാണെങ്കിലും വലുതാണ്, ഗൃഹപ്രവേശനം എന്നുള്ള ആ ഒരു കാര്യത്തിന് നല്ലൊരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും കൂടുതലായി ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യക്തിപരമായി ദേവദാസൻ ഡോക്ടർ ഷാജി ഷാലോം അവരുകളെ നേരിട്ട് കണ്ട് പറയുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഷാലോം പ്രയർ ടവർ കാട്ടാക്കടയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ഷാലോം പ്രയർ ടവർ തിരുമലയിൽ ശനിയാഴ്ചയിലും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു സന്ദേശം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനൊക്കെ കാരണമാക്കി മാറ്റട്ടെ. തുടർന്നും ഇതുപോലുള്ള അനുഗ്രഹീതമായ ദൈവവചനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് അപ്പോൾ തന്നെ ഷാലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.